ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാൽക്കപ്പയും ബീഫ് കറിയാണ്. ബീഫ് കറി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബീഫ് കറി ഉള്ളത് കൊണ്ടാണ് ഈ കപ്പ ഇങ്ങനെ പാൽക്കപ്പയാക്കിയത് കേട്ടോ. തലേന്ന് വെച്ച ബീഫ് കറി ഉണ്ടായി. അപ്പോൾ പിന്നെ നമുക്കെന്നാ പാൽക്കപ്പ ഉണ്ടാക്കിയാൽ എന്താണെന്ന് ഓർത്തു. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് കപ്പ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെള്ളവും ഉപ്പും ഇട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചു. അതിനുശേഷം 5-6 പച്ചമുളകും 5-6 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളി എടുത്ത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വേവിച്ച കപ്പ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഈ ചതച്ച് വെച്ചേക്കണ സംഭവങ്ങളും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ. അതിന് വേണ്ടി വെച്ചേക്കും. അതിന് പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. കാരണം ഓൾറെഡി കപ്പ വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ഇട്ടതായിരുന്നു. ഇപ്പോൾ ഉപ്പ് കുറവാണല്ലോ തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പോൾ. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് ചുമന്ന മുളകും ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. അതിൻ്റെ മുകളിൽ പിന്നെ ബാക്കി വന്നേക്കണം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മാഷാ അല്ലാ സൂപ്പറായിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ ബീഫ് കറിയും കൂടി ഒഴിച്ചാൽ കുശാലായിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാ വീണ്ടും കാണാം.